നമസ്കാരം. ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജനുവരി മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം. നമുക്കെല്ലാവർക്കും അറിയാം, വഴിപാടുകൾക്കും പൂജകൾക്കും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച, പൗർണമി, അമാവാസ തുടങ്ങിയ തിഥികൾ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷനും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസം തന്നെയാണ് ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അധികം പേരും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതും സ്വിച്ച് ബോർഡുകൾ ചൊല്ലുന്നതും ഏഞ്ചൽ നമ്പറുകൾ പറയുന്നതുമെല്ലാം പണത്തെ വശ്യം ചെയ്യുവാൻ വേണ്ടിയാണ്. ഈ പണവശ്യം എന്ന് പറയുമ്പോൾ അതിന് പ്രധാന അധിപനായിട്ട് വരുന്നത് ശുക്രഭഗവാനാണ്. ശുക്രഭഗവാന്റെ ദിനമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ്. ശുക്രഭഗവാന്റെ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ശുക്രവാരമായ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ, അതും ജനുവരി മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയായ ഇന്ന്, നമ്മുടെ പണ ആവശ്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടി ശുക്രഹോര സമയത്ത് ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് 8 മണി മുതൽക്ക് ഇന്ന് രാത്രി 12 മണി വരെ ഉള്ള ഈ ഒരു സമയത്ത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ശുക്രഹോര എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ 6 മണി മുതൽക്ക് 7 മണി വരെ, ഉച്ചസമയം 1 മണി മുതൽക്ക് 2 മണി വരെ, രാത്രി 8 മണി മുതൽ 9 മണി വരെ. അതായത് ഒരു ഏകദേശ സമയം മാത്രമാണ് ഇത്. കൃത്യമായിട്ട് ഈ ഒരു സമയത്തിനുള്ളിലായിരിക്കും ഹോര സമയം വരുന്നത്. ഇത് ഓരോ ദിവസങ്ങൾക്കനുസരിച്ച് മുന്നേയും പിന്നെയും ഉണ്ടാകും. പക്ഷെ നമ്മളെല്ലാവരും ഏകദേശ സമയം എന്ന് പറയുന്നത് ഈ ഒരു പറഞ്ഞ സമയമാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ പണ ആവശ്യങ്ങളെ നമ്മൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മെത്തേഡ് നമ്മൾ ചെയ്യേണ്ടത്. ഈ മെത്തേഡ് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് പീരിയഡ്സ് ആണെങ്കിലും, പുലവാലായ്മ ഉണ്ടെങ്കിലും, നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും, ഇനി ഞങ്ങൾക്ക് ഈ സമയത്ത് രാത്രി 8 to 9 മണിക്കുള്ളിൽ ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്നവരാണെങ്കിലും രാത്രി 12 മണിക്കുള്ളിൽ അല്ലെങ്കിൽ 11:59 ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു മെത്തേഡ് ചെയ്യുവാനായിട്ട് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു ബിരിയാണി ഇല, അല്ലെങ്കിൽ ഒരു വഴനയില, അല്ലെങ്കിൽ ബേ ലീഫ് എന്ന് പറയുന്ന ഈ ഇലയാണ്. ഉണങ്ങിയ ഇലയാണ് ഇതിനായിട്ട് എടുക്കേണ്ടത്. ഇനി ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ ബിരിയാണി ഇലയില്ല, ഞങ്ങൾ വിദേശത്താണ് എന്ന് പറയുന്നവരാണെങ്കിൽ വെളുത്ത നിറത്തിലുള്ള പേപ്പർ എടുത്താലും മതി. വരയിടാത്ത A4 ഷീറ്റിൻ്റെ ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുത്താലും മതിയാകുന്നതാണ്. പക്ഷേ കഴിയുന്നതും ബിരിയാണി ഇല ലഭിക്കുകയാണെങ്കിൽ അതുതന്നെ എടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഇതെടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചതിനു ശേഷം നീല നിറത്തിലുള്ള മഷിയുള്ള പേനയോ, പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയോ, ചുവപ്പ് നിറത്തിലുള്ള മഷിയുള്ള പേനയോ എടുക്കാവുന്നതാണ്. കഴിയുന്നതും ചുവപ്പ് അല്ലെങ്കിൽ പച്ച എടുക്കുക. നമ്മുടെ കയ്യിൽ ഇനി അത് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നീല നിറത്തിലുള്ള മഷിയുള്ള പേന നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് എത്ര രൂപയാണ് ആവശ്യം എന്നുള്ള കൃത്യമായ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതായത് ചിലർക്ക് 1 ലക്ഷം രൂപയായിരിക്കും ഈ മാസം ആവശ്യം, ചിലർക്ക് 10 ലക്ഷം രൂപയായിരിക്കും ഈ മാസം ആവശ്യം, ചിലർക്ക് ഒരു 5,000-ഓ 10,000-ഓ കിട്ടിയാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടും, അതുണ്ടെങ്കിൽ ഞാൻ സമാധാനത്തോടു കൂടി ഒന്ന് കിടന്നുറങ്ങുവാൻ സാധിക്കും എന്നിങ്ങനെ പലർക്കും പലതരത്തിലുള്ള തുകകൾ അവരുടെ മനസ്സിലുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് എത്ര രൂപയാണോ ആവശ്യം ആ തുകയും മനസ്സിൽ നിശ്ചയിച്ചു വയ്ക്കുക. പിന്നീട് ഞാൻ ഇവിടെ പറഞ്ഞ ഈ സമയത്ത് ഇതുപോലുള്ള ഒരു ഇല എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഇല ഇല്ല എന്ന് കരുതി നിങ്ങൾ ഈ മെത്തേഡ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്കിതിനു പകരം ഒരു വെളുത്ത നിറത്തിലുള്ള A4 ഷീറ്റ് പേപ്പറും എടുക്കാവുന്നതാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞതിനു ശേഷം ആദ്യം നിങ്ങൾ മനസ്സിൽ നിശ്ചയിച്ചു വച്ചിരിക്കുന്ന ആ തുക ഈ ഇലയുടെ ഒരു വശത്ത് എഴുതാം. നിങ്ങൾക്ക് എത്ര രൂപ വേണമോ ആ തുകയാണ് നിങ്ങൾ എഴുതേണ്ടത്. മനസ്സിൽ ഒരു തുക കരുതി എഴുതുമ്പോൾ വേറൊരു തുകയായി പോകാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ എഴുതി വെക്കാം. ഇനി ഈ ഇലയുടെ പിറകു വശത്ത് നമ്മൾ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എഴുതേണ്ടതാണ്. നിങ്ങളുടെ പേരെന്താണോ അത് മുഴുവനായിട്ടും നിങ്ങൾ എഴുതുക. എന്താണോ പേര് അത് മുഴുവനായിട്ടും എഴുതി അതിനു താഴെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാം. അതായത് തീയതി, മാസം, വർഷം എന്നീ രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞതിനു ശേഷം കണ്ണുകൾ അടച്ച് ഒരു 5 സെക്കൻഡ് നമുക്ക് ആവശ്യമായ നമ്മൾ ഇതിൽ എഴുതിയിരിക്കുന്ന തുക നമ്മളിലേക്ക് വന്നു ചേർന്നത് പോലെ മനസ്സിൽ സങ്കല്പിക്കുക. മാനിഫെസ്റ്റേഷൻ ചെയ്യുവാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
കാര്യം എന്ന് പറയുന്നത് വിഷ്വലൈസേഷനാണ്. ആ വിഷ്വലൈസേഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ 1 ലക്ഷം രൂപയാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ആ തുക നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ സങ്കല്പിക്കുക. ആ തുക കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം സന്തോഷം അനുഭവിക്കുന്നുണ്ടോ ആ സന്തോഷം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. പിന്നീട് ആ തുക കൊണ്ട് നിങ്ങളുടെ എന്താണ് ആവശ്യം നിറവേറ്റിയെടുക്കുവാൻ പോകുന്നത് ആ കാര്യവും മനസ്സിൽ കരുതിക്കൊണ്ട് നമുക്ക് ഈ ഒരു തുക തന്ന് അനുഗ്രഹിച്ച ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തേണ്ടതാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്നിങ്ങനെയുള്ള വാക്ക് നമ്മൾ ഒരു 5 സെക്കൻഡ് തുടർച്ചയായിട്ട് പറയാം. നിങ്ങൾക്കൊരു 10 മിനിറ്റ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്, അല്ലെങ്കിൽ എത്ര സമയം കുറച്ച് നീട്ടിയെടുക്കാൻ സാധിക്കുമോ അത്രയും നേരം നമ്മൾ ഈ പ്രപഞ്ചത്തിന് നന്ദി രേഖപ്പെടുത്തുന്നത് വളരെ പെട്ടെന്ന് റിസൾട്ട് തരുന്ന ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം സമയം ഇതിനായിട്ട് മാറ്റിവെക്കാൻ സാധിക്കുന്നുവോ അതിനുവേണ്ടി നമുക്ക് മാറ്റിവെക്കാം. പിന്നീട് നമ്മൾ ഈ ഇലയെ കത്തിച്ചു കളയുകയാണ് വേണ്ടത്. അതായത് ഒരു പഴയ മൺവിളക്ക് എടുക്കുക, വളരെ സൂക്ഷിച്ച് കത്തിക്കുക. ഒരു പഴയ മൺവിളക്കോ അല്ലെങ്കിൽ ഒരു പഴയ ഏതെങ്കിലും പാത്രമോ എടുത്ത് അതിനകത്തേക്ക് ഇതിട്ട് ഇതിനോടൊപ്പം ഒരു കർപ്പൂരവും വെച്ച് നമുക്കിതിനെ കത്തിച്ചു കളയാം. പിന്നീട് നമ്മളിത് കത്തിക്കഴിയുന്നത് വരെയും ഈ അഗ്നിയെ തന്നെ നോക്കിയിരിക്കുക. വളരെയധികം ശ്രദ്ധിക്കുക. കൊച്ചു കുട്ടികളെല്ലാം ഉള്ളതാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു വേണം ഇത് കത്തിക്കുവാനായിട്ട്. ഈ അഗ്നി മുഴുവനായിട്ടും കത്തി അമരുന്നത് വരെയും നോക്കിയിരുന്നതിന് ശേഷം അതിൻ്റെ ആ ചൂടെല്ലാം മാറിയതിനു ശേഷം അതിൽ ആ ചാരം, നമ്മൾ ആ ചാമ്പൽ നമ്മൾ വീടിന് പുറത്ത് ആ മൺവിളക്കോട് കൂടി കൊണ്ടുപോയിട്ട് ഈ പ്രപഞ്ചത്തിന് വീണ്ടും കുറച്ച് നേരം നന്ദി രേഖപ്പെടുത്തുക. നമ്മൾ ആവശ്യപ്പെട്ടതെല്ലാം നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു. നമ്മൾ ആവശ്യപ്പെട്ട തുക നമ്മളിലേക്ക് വന്ന് എത്തിച്ചേർന്നു. അത് എനിക്ക് തന്ന് അനുഗ്രഹിച്ച ഈ പ്രപഞ്ചത്തിന് കോടാനുകോടി നന്ദി എന്നിങ്ങനെ നമ്മൾ മനസ്സിലല്ല പറയേണ്ടത്, ചെറിയ ശബ്ദത്തിൽ നമുക്ക് പറയാവുന്നതാണ്. അതായത് നമുക്കെങ്കിലും കേൾക്കുന്ന ഒരു ശബ്ദത്തിൽ നമുക്കിത് പറയാവുന്നതാണ്. അതിനുശേഷം ഈ കയ്യിലുള്ള ചാമ്പൽ നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ഊതിക്കളയാം. അത് ഊതുമ്പോൾ മനസ്സിൽ പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു ഫീലോടുകൂടിയാണ് ഊതിക്കളയേണ്ടത്. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ടത്. അതിനു മുന്നേ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഈ അഗ്നിയും പ്രപഞ്ചവും ദൈവിക ശക്തിയും എല്ലാവരും ചേർന്ന് നിറവേറ്റി തരും. നമ്മൾ ആവശ്യപ്പെട്ട തുക നമ്മളിലേക്ക് എത്തിച്ചു തരും എന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മാത്രം ഈ മെത്തേഡ് നിങ്ങളിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നീട് ഇതേ ഗുഡ്നെസ് ആയിട്ടുള്ള ഫീലിങ്സോട് കൂടി നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ്. ഇതിനു മുന്നേ നിങ്ങൾക്ക് റിച്ചസായി എന്നുള്ള ആ ഒരു സ്വിച്ച് വേർഡ് പറയാവുന്നതാണ്. അല്ലെങ്കിൽ കോൺവലക്സ എന്നുള്ള സ്വിച്ച് വേർഡാണ് നിങ്ങൾക്ക് ഏറ്റവും ഫലം തരുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇങ്ങനെ പണത്തെ ആകർഷിച്ച് നമ്മളിലേക്ക് കൊണ്ടുതരാൻ ഒരുപാട് സ്വിച്ച് വേർഡുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലേത് സ്വിച്ച് വേർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇനി അതൊന്നുമല്ലെങ്കിൽ ഐ എം എ മണി മാഗ്നറ്റ്, ഐ എം എ മണി മാഗ്നറ്റ്, ഐ എം എ മണി മാഗ്നറ്റ് എന്നുള്ള വാക്ക് നമ്മൾ റിപ്പീറ്റബിൾ ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കാവുന്നതാണ്. തുടർച്ചയായിട്ട് നമ്മൾ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. എന്നെ തേടി പണം വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ എപ്പോഴും ഒരു കോടീശ്വരനായിട്ട് അല്ലെങ്കിൽ ഒരു കോടീശ്വരിയായിട്ട് ജീവിക്കുന്നു എന്നുള്ള ആ ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പണ ആവശ്യങ്ങൾ പെട്ടെന്ന് നിറവേറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വാക്ക്, ആ ഒരു മണി മാഗ്നറ്റ് എന്നുള്ള വാക്ക് വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ട് അതിനെ തന്നെ തുടർച്ചയായി പറഞ്ഞുകൊണ്ട് നമുക്ക് കിടന്നുറങ്ങാൻ പോകാവുന്നതാണ്. ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് എത്രയാണോ തുക ആവശ്യമുള്ളത് ആ തുക നമ്മളിലേക്ക് എത്തുവാനായിട്ട് ഒരുപാട് ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല. കാരണം ഇത് ജനുവരി മാസത്തിലെ 2026 ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. ഈ ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും 100-ൽ 100% ഫലം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി മറക്കാതെ ഈ മെത്തേഡ് ചെയ്യുവാനായിട്ട് പറയുന്നത്. കഴിയുന്നതും രാത്രി 8 to 9 മണിക്കുള്ളിൽ ചെയ്യുവാൻ ശ്രമിക്കുക. ഇനി അഥവാ ആ സമയത്തിനുള്ളിൽ ഈ വീഡിയോ കണ്ണിൽ പെട്ടില്ല എന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നേയെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ രാത്രി 12 മണിക്ക് മുന്നേയെങ്കിലും നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം ഇന്ന് മറക്കാതെ ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും 100% ഫലം ലഭിക്കുന്നതാണ്. ഇനി ഒരു കാര്യം കൂടി പറയുവാനുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ബിരിയാണി ഇല കുറച്ചുണ്ട് എന്നുണ്ടെങ്കിൽ നിത്യവും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കിടക്കുക. നമ്മൾ ദിവസവും ഇതുപോലെ ബിരിയാണി ഇലയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി കത്തിച്ച് കളയുകയാണ് എന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം അല്ലെങ്കിൽ ആ നമ്മൾ ആവശ്യപ്പെട്ട തുക എന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ പെട്ടെന്ന് വന്നു ചേരുന്നതായിരിക്കും. ഇത് നിങ്ങൾ വെറുതെയാണെങ്കിലും ഈ ഒരു മാസം മുഴുവൻ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും ഫലം കണ്ട്. അത്ര
അത്രയും ഫലമാണ് ഈ ബിരിയാണി ഇലയിൽ നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് ആവശ്യമായ പണങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ എന്നിവ എഴുതി കത്തിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് ഊതി വിടുന്നത് മുഖാന്തരം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ, സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീക യാത്ര എന്ന നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.